മകരവിളക്ക് ദർശനത്തിനായി ഭക്തജനലക്ഷങ്ങൾ സന്നിധാനത്തെത്തി. വ്രതശുദ്ധിയുടെ സാക്ഷാത്കാരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം വൈകിട്ടോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആനന്ദപുതൂർ സന്നിധാനത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തജനലക്ഷങ്ങളുടെ കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ശബരിമലയിലേക്ക് ഇപ്പോഴും മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് നാലുപാടും ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പർണശാലകളടക്കം കെട്ടിക്കൊണ്ട് ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദിവസങ്ങളോളം ഇവർ ഈ പർണശാലകളിൽ താമസിച്ചുകൊണ്ട് അയ്യൻ്റെ മകരവിളക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോക്ഷം നൽകുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്ന ഈ ഒരു രീതിയിലേക്ക് അയ്യപ്പൻ്റെ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഇവർ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച് യാതനകൾ അനുഭവിച്ചുകൊണ്ടും കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ടും എല്ലാം മാമല കയറിക്കൊണ്ട് മകരവിളക്ക് കാണുക എന്നുള്ള തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഭക്തർ ഓരോരുത്തരും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നട തുറന്നു, 2:15 കൂടി ഏകദേശം നട തുറന്നു. തുടർന്ന് മകരസംക്രമ പൂജ നടന്നിരുന്നു. ഇനി അയ്യപ്പൻ്റെ വിഗ്രഹ ഘോഷയാത്രയാണ്. അത് സന്നിധാനത്ത് എത്തിച്ചേരും വൈകുന്നേരം കൂടി. തുടർന്ന് ദീപാരാധനയാണ്. അതിനുശേഷം മകരവിളക്ക് ദർശിക്കും. എന്തായാലും ഇന്ന് നമ്മളോടുകൂടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാമിമാരാണ്. നമസ്കാരം. വടകര ഞങ്ങള് വർഷങ്ങളായി വരുന്നു. ഒരു 94 മുതലേ വരുന്നുണ്ട്. 1994 മുതൽ എല്ലാ സമയവും ഇവിടെ തന്നെയാണ് ഞങ്ങൾ വിരിവെക്കുക. മകരജ്യോതി കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലം പാണ്ടിത്താവളമാണ്. അതുകൊണ്ട് ഇതുപോലെ ഞങ്ങൾ പണ്ടേ വർണ്ണശാല കെട്ടിയാണ് താമസിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഒരു 10-20 ആളായിട്ട് വരുന്നതാണ്. ഇനി മകരവിളക്കിന് മണിക്കൂറിൽ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താണ് ഇപ്പോൾ മനസ്സിലേക്ക് തോന്നുന്നത്? സ്വാമി ഞങ്ങൾ 13-ാം തീയതി ഇവിടെ എത്തിയതാണ്. ഇനിയിപ്പോൾ ജ്യോതി ദർശനം അത് മാത്രമാണ് മനസ്സിലുള്ളത്. അതെ അടുത്ത വർഷം ഇതേപോലെ വരിക, എന്നിട്ട് അയ്യപ്പൻ്റെ എല്ലാ കടാക്ഷങ്ങളും കിട്ടുക കുടുംബത്തിനും ഞങ്ങളെല്ലാവർക്കും. അതാണ് പ്രാർത്ഥന. പിന്നെ ദേവസ്വത്തിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും വളരെ കൊള്ളരുതായ്മകളും ആണ് സംഭവം ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിന് ഒരു സ്ഥലത്ത് ഒരു വില, വേറെ സ്ഥലത്ത് വേറൊരു വില, പിന്നെ വെള്ളമില്ല, ഈ ബാത്റൂമിലൊന്നും വെള്ളമില്ല. അവർക്ക് പൈസ മാത്രമാണ് വേണ്ടത്. ദേവസ്വത്തിനും സർക്കാരിനും പൈസ മാത്രമാണ് വേണ്ടത്. അയ്യപ്പന്മാർ എത്ര ബുദ്ധിമുട്ടിക്കഴിഞ്ഞാലും അവർക്കറിയാം അയ്യപ്പന്മാർ ഇനിയും അടുത്ത വർഷം വരുമെന്നും അറിയാം. പൈസ ഇവിടെ ഇടുമെന്നും അവർക്കറിയാം. അരവണ ഒരാൾക്ക് 5 എണ്ണേ കൊടുക്കുന്നുള്ളൂ. നമ്മളൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് അന്നദാന ഫണ്ടിലേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് പൈസ തരും. അവർക്കൊക്കെ തിരിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കുക ഒരു അരവണയാണ്. അതുവരെ നമുക്ക് വാങ്ങാനാവുന്നില്ല. ഇവിടെയുള്ള എല്ലാവരും പോയി ക്യൂ നിന്നിട്ട് 5 വാങ്ങിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അരവണ കൊണ്ടു കൊടുക്കുന്നത്. അപ്പം അത്രയും ബുദ്ധിമുട്ടാണ്. സ്വാമി ശരണം. തീർച്ചയായും ഭക്തജനങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിമർശനങ്ങൾ കാലങ്ങളായി തന്നെ ദേവസ്വം ബോർഡ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് അരവണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു ഭക്തന് 5 അരവണ വീതം മാത്രമാണ് ലഭിക്കുന്നത്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുമെന്ന് ദേവസ്വം ബോർഡ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരുടെ അടുത്ത് നമുക്ക് നേരിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും മകരവിളക്കിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മോക്ഷം നേടാൻ വേണ്ടി ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുക.